കൂട്ടുകാരൻ എവിടെ അഖിലേ? കൂട്ടുകാരൻ വരുന്നതിന് മുന്നേ വേറൊന്നുമല്ല. ഇപ്പൊ നമ്മള് ഇവര് എന്റെ ഒരു ശത്രുവിനെ പോലെ വീണ്ടും പറയുന്നു കാണുന്നത്. ഓക്കെ, ഒന്ന് കഴിച്ചേ, തിരിച്ചേ. സെറ്റാണ്, അവരൊക്കെയാണ്. അപ്പൊ വേറൊന്നുമല്ല, വേറൊന്നുമില്ല. അതായത് നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കുക. ഇപ്പൊ ഇവരിവിടെ വന്ന് ഇവരെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഇവരെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റിയത്. അതിൽ ഇവർ വൈറലായതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത്. അതുകൊണ്ടല്ലേ ഇവരിവിടെ ക്ഷണിച്ചത്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ വൈറലാവുമ്പോഴും കുറെ വ്യൂവേഴ്സ് ഉള്ളപ്പോഴും അല്ല ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ കഴിയുക. ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. എങ്ങനെ വൈറലാവാം, എങ്ങനെ എങ്ങനെ വൈറലാവാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്. യൂട്യൂബ് ചാനലില്ലേ? ഇല്ല. യൂട്യൂബ് ചാനലില്ലേ? ചേച്ചിക്കില്ലേ? അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അപ്പൊ അവര് ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ ഒരു വീഡിയോ എങ്ങനെ വൈറലാക്കാം, അങ്ങനെ ചിന്തിക്കൂലേ? അത് എങ്ങനെ എന്നുള്ളത് പഠിപ്പിക്കാൻ ഞാൻ വളരെ പ്രശസ്തനായ എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഇന്ന് ഈ വേദിയിൽ എനിക്ക് ടീച്ച് ചെയ്ത് തരും, എങ്ങനെ നമ്മളെ വീഡിയോസ് വൈറലാക്കാം, എങ്ങനെ റീച്ച് ആക്കാം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ വിളിക്കട്ടെ. വെൽക്കം സോഷ്യൽ മീഡിയ കിങ് മരിയൻ നാച്ചപ്പ. നമസ്കാരം. എലീന പടിക്കൽ. എത്ര എലീന പിടിച്ചു? അല്ല, എന്റെ പേരാണ് സാർ എലീന പടിക്കൽ. കുടുംബ പേരാണ് പടിക്കൽ, എലീന പടിക്കൽ. എലീന കാര്യം ചെയ്യും, അവിടെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങാം. ഒരുപാട് പരിപാടി. ഒന്നും കൂടെ വരും. എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേറൊന്നുമില്ല. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴല്ലോ, നമ്മുടെ ശരീരത്തിൽ ബോഡി ലാംഗ്വേജിന് അനുസൃതമായിട്ടുള്ള ഒരു പേര് വേണം. ബോഡി ലാംഗ്വേജിന് അനുസൃതമായിട്ടൊരു പേര് വേണം. നിന്റെ പേരെന്താ മറ്റേ യൂട്യൂബ് ചാനലിന്റെ? കുട്ടീസ് കോർണർ. അത് ഭയങ്കര റീച്ചിലടാ. നിനക്ക് പറ്റൊരു പേര് ഞാൻ പറയട്ടെ, കുട്ടിപ്പഴം. അതിന്റെ വെട്ടിച്ചിരി പേര് നിനക്ക്. സാറിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് സാറേ? പഴം വിഴുങ്ങി. പഴം കയ്യിലിരിക്കുന്നവരെ കുറ്റപ്പെടണം വിഴുങ്ങിയിട്ട്. അതെ, ഞാനിവിടെ വന്ന സ്ഥിതിക്ക് എല്ലാ പെണ്ണുങ്ങളുടെ ബാഗ് അവരറിയാതെ ഞാൻ പരിശോധിച്ചു. അത് മോശമാണ്. അത് പോക്കൃത്തിനോട് സാർ കാണിച്ചത്. ഒരു സ്ഥലത്ത് വന്നിട്ട് അത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ബാഗ് അവരുടെ അനുവാദമില്ലാതെ എടുത്ത് പരിശോധിച്ചത് മോശമായി. പോക്കൃത്തരല്ലേ? അപ്പൊ നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അത്ര പോക്കൃത്തിനല്ല, എന്നാലും അത് മോശമാണ്. ആ പുള്ളിക്കാരുടെ ബാഗിൽ നിന്ന് കിട്ടിയത് ആരുടെയാണ്? എന്താ കിട്ടിയ? മണ്ടന്മാർക്കും വണ്ടികൾക്കും ബുദ്ധി വളരാനുള്ള 10 വിഷയങ്ങൾ എന്ന് പറഞ്ഞ ബുക്ക് കിട്ടി. പിന്നെ വേറെ കാര്യം പറയാം, അടിപൊളി വേറൊരു ബുക്ക് കിട്ടി, ഭർത്താവിനെ വരച്ച വരയിൽ എങ്ങനെ അത് കിട്ടി. അടിപൊളി വേറെ ബുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ അല്ല അതല്ല, ഈ എലീനയുടെ ബാഗിൽ നിന്ന് എന്താ കിട്ടിയ? ദൈവത്തോട്ട് ബുക്ക് കിട്ടിയില്ല മോനെ. ഇല്ലില്ല. പിന്നെ അതിനകത്ത് ഒരു സെറ്റ് ബെല്ലും 2 തിരുപ്പനും അത് കിട്ടി. പിന്നെ ഇത് ചേച്ചിയുടെ ബാഗിൽ നിന്ന് ചേച്ചിയുടെ ചേച്ചിയുടെ ബാഗ് വെറൈറ്റി ആയിരുന്നു കേട്ടോ. ആണോ? ഉള്ളത് പറഞ്ഞത് ഇത്ര കട്ടൊരു ബുക്ക് കിട്ടി. വലുതോ? വലിയ ഭാഗവതം അങ്ങനെ അതിനേക്കാൾ വലിയ ബുക്ക്. അതിനേക്കാൾ വലുതോ? അതെന്തോ അതിൽ എഴുതിയിരിക്കുന്നത്? കേരളത്തിലെ എല്ലാ ചാനലുകളും ഡേറ്റ് കൊടുത്തിരിക്കുന്ന എഴുതി. പക്ഷെ ഒരു കാര്യം, ഒരു പേജ് മാത്രം എഴുതിയിട്ടില്ല. അതെന്താ ഒരു പേജ് മാത്രം എഴുതാതെ ഇട്ടേക്കുന്നത്? ഏതോ ചാനൽ പുതിയ വരുന്നുണ്ട്, അവർക്ക് ഡേറ്റ് കൊടുക്കാൻ വേണ്ടി ബ്ലാങ്ക് ഇട്ടേക്കുന്നതാണ്. പക്ഷെ എനിക്ക് സാറിന്റെ അടുത്ത് വേറൊരു കാര്യം, സാർ ഇടയ്ക്ക് ഒരു വലിയ മോശമായിട്ടുള്ള ഒരു കാര്യം ഇടയ്ക്ക് ചെയ്തു. എന്ത്? എന്റെ കൂട്ടുകാരൻ ഡയറക്ട് ചെയ്ത സിനിമയ്ക്ക് സാറ് പറഞ്ഞ കമന്റിൽ ചെറിയൊരു തെറ്റുണ്ട്. എന്ത്? ആ സിനിമയില് 5 കൊലപാതകമേ ഉള്ളൂ, പക്ഷെ സാറ് പറഞ്ഞ റിവ്യൂല് 12 കൊലപാതകം ഉണ്ടെന്ന് സാർ പറഞ്ഞു. അത് തെറ്റല്ലേ സാർ? തെറ്റല്ലേ? ശരിയാണ്. പടത്തിൽ 5 കൊലപാതകമാണ്, ശരിയാണ്. പക്ഷേ അവനെ കലയെ ചെയ്ത കൊല അപ്പൊ 6 ആയില്ലേ? പിന്നെ ഞാനും എന്റെ ഭാര്യയും എന്റെ നാളെ മക്കളും തിയേറ്ററിൽ കയറ്റി ഇരുത്തിക്കൊന്നു, അപ്പൊ 12 ആയില്ലേ? അവൻ ചെയ്ത കൊലയാണത്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 12. നല്ല ക്യാപ്ഷൻ ഇട്ടെങ്കിലാണ് നമുക്ക് റീച്ച് ആവാൻ പറ്റുള്ള സാധനം. ഈ ക്യാപ്ഷൻ അതെങ്ങനെ ഇടും? അത് ഞാൻ പറഞ്ഞുതരാം. അതെ, നമ്മുടെ ഡയാനയില്ലേ, ഡയാനക്ക് ഏത് ഫുഡ് വെക്കുന്നതാണ് ഇഷ്ടമെന്ന് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവല്ലോ? പറഞ്ഞിട്ടുണ്ട്. ഏതാ? ഡയാനയ്ക്ക് ഉമ്മ വെക്കുന്നതെല്ലാം ഇഷ്ടമാണ്. അടിപൊളി ക്യാപ്ഷൻ കിട്ടില്ലേ? ഡയാനക്ക് ഉമ്മ വെക്കുന്നതാണ് ഇഷ്ടം, അഖിൽ. അടിപൊളി ക്യാപ്ഷൻ അല്ലേ? അയ്യോ, അത് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഡയാനയ്ക്ക് ഡയാനയുടെ ഉമ്മ വെക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അതായത് ഡയാനയുടെ ഉമ്മ ആഹാരം ഉണ്ടാക്കുമല്ലോ. നമുക്ക് ക്യാപ്ഷൻ പോരെ മോനെ. കേരളത്തിലെ നിശാ ക്ലബ്ബുകളെ പറ്റി എന്താണ് അഭിപ്രായം? അതിന് കേരളത്തിൽ നിശാ ക്ലബ്ബുകൾ ഉണ്ടോ? ക്യാപ്ഷൻ, കേരളത്തിലെ നിശാ ക്ലബ്ബുകൾ തേടി അഖിൽ. നിങ്ങളെങ്കിലും അങ്ങനെ ശരി, ഞാൻ ഉണ്ടോന്ന് ചോദിച്ചല്ലോ. സംസാരിക്കുന്നത്. ഹലോ, എന്താ? എപ്പോ? എന്റെ പൊന്നമ്മ, അമ്മ എന്നോട് പറയണ്ടായിരുന്നു, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തെങ്ങനെ? ഞാനൊരു യൂട്യൂബർ അല്ലേ, അമ്മ ശ്രദ്ധിക്കട്ടെ.
അമ്മ ചോദിച്ചോ അച്ചോ. എന്തോ സാറേ അമ്മയ്ക്ക്? ഓ അമ്മക്കൊന്നും പറ്റിയല്ലേ. പിന്നെ? അച്ഛൻ നേരെ കേണിപ്പടി ഒന്ന് വീണു. ആ. അമ്മ നേരെ അച്ഛനെ പൊക്കിയെടുത്ത് കസേരയിലിരുത്തി. ആ. ഇത് മോക്കരുതല്ലേ? അതെങ്ങനെ പോക്കരുത്തനാവും സാറേ? കേണിപ്പിടിന്ന് വീണ് കിടക്കുന്ന അച്ഛനെ പൊക്കിയെടുത്ത് ഒരു കുഴപ്പം പറ്റാത്ത കസേരയിലിരുത്തി അമ്മ ചെയ്തത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമില്ല. അമ്മ എന്നെ വിളിക്കട്ടെ. അതിന് ഞാൻ അവിടെ ചെന്നിട്ട് ഈ അമ്മ ആ. ഈ അച്ഛന് പൊക്കിയെടുത്തിരുത്തുന്ന ഒരു വീഡിയോ എടുക്കുന്നു. എന്നിട്ട് ഒരു ക്യാപ്ഷൻ എടുത്തു. വീണ് കിടക്കുന്ന അച്ഛനോട് അമ്മ ചെയ്തത് കണ്ടോ എന്നൊരു ക്യാപ്ഷൻ എടുക്കും. വൈറലാവില്ലേ? അതൊക്കെ ഓക്കെ സാർ. എന്നാലും അവര് ചെയ്ത നല്ല കാര്യമൊന്നും ഞാൻ പറഞ്ഞു. ഞാൻ കുറ്റം പറയും. എനിക്ക് ടെൻഷനാണ്. ഞാൻ ബാറിലേക്ക് പോകണം. ടെൻഷൻ അടിക്കാതെ നിങ്ങൾ ബാറിലേക്ക് പോകുന്നു. ബാറിലേക്ക് ടെൻഷനാണ്. ബാറിലേക്ക് ഞാൻ പോകും. അതിന് ബാറിൽ പോയി ടെൻഷൻ മാറും. ബാറിൽ പോയി ടെൻഷൻ ടെൻഷൻ മാറും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേര് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. എന്താ? യൂട്യൂബർ എന്നുള്ളതിന് പകരം യൂട്യൂബാർ എന്നാക്കണം. വരുന്നുണ്ടോ? 3 ആക്കിയാലോ? വേണ്ട, എണ്ണം പേടിച്ചോ. ഞാൻ പോട്ടെ. ഓ. ഓക്കേ.